വിശുദ്ധ ഖുർആൻ എന്തുകൊണ്ടാണ് ഖുർആനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുടുംബത്തെ അതിനോട് ചേർത്ത് പറയുന്നത് എന്നുകൂടെ പറഞ്ഞ് ഞാൻ എൻ്റെ സംസാരത്തിലേക്ക് പ്രവേശിക്കാം. കുറച്ച് ദിവസങ്ങളായി ഒരു രക്ഷിതാവ് ഞാൻ ഉള്ളയിടത്തെല്ലാം അയാൾ വരും, എന്നിട്ട് അവിടെ അങ്ങനെ നിൽക്കും. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നു, ഈ വെള്ളിയാഴ്ച വന്നു. അപ്പോൾ അയാൾ ഇങ്ങനെ സങ്കടപ്പെട്ട് ദയനീയമായി നിൽക്കും. അപ്പം അദ്ദേഹത്തിൻ്റെ ആവശ്യം അദ്ദേഹത്തിൻ്റെ മകൾക്കൊരു കൗൺസിലിംഗ് ആണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് അസാധ്യമാണ്, ഒരിക്കലും നടക്കില്ല. ഒന്നില്ലെങ്കിൽ ഇപ്പം ഞാൻ ഈ കൊടിയത്തൂർ സമ്മേളനത്തിന് വരുന്നില്ല എന്ന് പറയാം, എന്താ ഇപ്പം ഇന്ന് മാരിപ്പിക്ക് ഒരു കൗൺസിലിംഗ് നടക്കും. അതല്ലെങ്കിൽ രാവിലെ ഞാൻ പ്രിൻസിപ്പളോട് പറയാം ഞാൻ കോളേജിലേക്ക് വരുന്നില്ല, എന്നാലും ചിലപ്പോൾ 2-3 കൗൺസിലിംഗ് നടക്കും. അല്ലാതെ ഒരു നിലക്കും കൗൺസിലിംഗ് നടക്കില്ല. പക്ഷേ ഈ ദയനീയമായ ഇയാളുടെ മുഖം കാണുമ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ മോളെ കൂട്ടി ഈ പള്ളിയിൽ വന്ന് വിശ്രമിക്കും. എനിക്ക് എപ്പോഴാണോ ഒഴിവ് കിട്ടുന്നത് ആ സമയത്ത് ഞാൻ നിങ്ങളെടുത്ത് വരാം എന്ന് പറഞ്ഞു. അല്ലാതെ വേറൊന്നും എനിക്ക് പറയാം. അങ്ങനെ എനിക്കൊരു അരമണിക്കൂർ കിട്ടിയപ്പോൾ ഞാൻ ഓടിപ്പോയി ചെന്നപ്പോൾ തന്നെ ഇന്നലത്തെ ഓൺലൈൻ മീറ്റിങ്ങിൽ എനിക്ക് ഭാഗികമായേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, എന്നാലും ഞാനത് കണ്ടു. അപ്പോൾ സത്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, എന്തിനാണ് അയാൾ എന്നോട് ആവശ്യപ്പെടുന്നത് എന്നതാണ് ഏറ്റവും. എന്നോട് എന്തിനാണ് ആവശ്യപ്പെടുന്നത്? എന്നോട് ആവശ്യപ്പെടുന്നതെന്ന് പറഞ്ഞാൽ അയാളുടെ മകളുടെ തീരുമാനത്തിൽ ഒരു മാറ്റം വരുത്താൻ ദീന് പറഞ്ഞു കൊടുത്തേ പറ്റുള്ളൂ, ഖുർആൻ കൊണ്ടേ പറ്റുള്ളൂ എന്ന് അയാൾ വിശ്വസിക്കുന്നു. ചെറിയ പ്രതിസന്ധി ഒന്നുമല്ല അയാൾക്കുള്ളത്. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല അയാളെ പ്രതിസന്ധി. അയാളെ പ്രതിസന്ധി എന്താണെന്ന് ചോദിച്ചാൽ, മോൾക്ക് 21 വയസ്സാണ്, +2 കഴിഞ്ഞു. അപ്പോൾ +2 കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം. ആകട്ടെ, നീ ഡോക്ടർ ആയിക്കോ. വലിയ സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലെങ്കിലും അയാൾ പറഞ്ഞു നിനക്ക് ഡോക്ടറാകാനുള്ളത് എന്തും ഞാൻ ചെയ്ത്. ഹോസ്റ്റലിൽ പോകണോ, ഹോസ്റ്റലിൽ കൊണ്ടാക്കി. കോച്ചിങ്ങിന് പോയി എവിടെയും എത്തിയില്ല, ചെറിയ റാങ്ക്. അടുത്ത വർഷം പറഞ്ഞു മോളെ ഇനി നിനക്ക് കിട്ടിയില്ലല്ലോ, ഡിഗ്രിക്ക് പോകും. അപ്പോൾ പറഞ്ഞു ഒരു ചാൻസും കൂടി ഇപ്പം ഞാൻ ഡോക്ടറാകും, എനിക്ക് നീറ്റ് കിട്ടും, എൻട്രൻസ് കിട്ടും. അപ്പോൾ വീണ്ടും അവളുടെ ആഗ്രഹത്തിന് മുന്നിൽ പിതാവ് വഴങ്ങി. വയസ്സ് വീണ്ടും 19ലേക്ക് കടന്നു. അടുത്ത വർഷവും കിട്ടിയില്ല, വീണ്ടും പറഞ്ഞു എനിക്കൊരു ചാൻസ് കൂടി വാപ്പ തരും, എന്തായാലും എനിക്ക് കിട്ടും. 20 21 21 വയസ്സിൽ അവൾ വെറും ഒരു +2കാരത്തിയാണ്, അവൾക്ക് ഡിഗ്രി ഇല്ല. അവളെ കൂടെയുള്ള കുട്ടികൾ എവിടെ എത്തിയെന്ന് ഞാൻ ചോദിച്ചു. അവർ PGക്ക് പഠിക്കുന്നു, കല്യാണം കഴിഞ്ഞ് കുട്ടികളുള്ളവരുണ്ട്. അവൾ ഈ വർഷവും പറയുന്നു എനിക്കൊരവസരം കൂടെ തരൂ, ഞാൻ ഒന്നും കൂടെ ശ്രമിക്കട്ടെ. 21ാമത്തെ വയസ്സിലാണ്. അപ്പോൾ അയാളുടെ ആവശ്യം എന്താണെന്നറിയോ, അവൾ ഡോക്ടറായോ ഇല്ലെന്നുള്ളതല്ല, ഒരു സുരക്ഷിതമായ കയ്യിൽ അവൾ ഏൽപ്പിക്കണം, ഒരു വിവാഹം നടക്കണം. കേവലം ഒരു ഡിഗ്രിയെങ്കിലും വേണ്ടേ അവൾക്ക് ഈ നാട്ടിൽ ജീവിക്കാൻ? എന്ത് പഠിച്ചു എന്ന് ഒരു വിവാഹാന്വേഷകൻ വന്ന് ചോദിക്കുമ്പോൾ ഡിഗ്രി ഉണ്ട് മോൾക്കെന്ന് പറയാൻ ഇനി എത്ര വർഷം അവൾ കാത്തിരിക്കണം? 3 കൊല്ലം ഇനിയും പഠിക്കണം. അപ്പോൾ 3 കൊല്ലം ഇനി പഠിച്ചാലേ ഒരു ഡിഗ്രി കിട്ടൂ. ഈ വർഷത്തെ എൻട്രൻസും നഷ്ടപ്പെട്ടാലോ വീണ്ടും 22 വയസ്സിലേക്ക് കടന്നു. അത് പറയുമ്പോൾ തൻ്റെ മോളുടെ ഭാവിയിലുള്ള അരക്ഷിതാവസ്ഥയോർത്ത് അയാളുടെ മുഖത്ത് കാണുന്ന ദയനീയത ഒന്ന് കാണേണ്ടത് തന്നെയാണ്. ഏതായിരുന്നാലും ഞാൻ അവളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, അത് പറയാനാണ് ഈ മുഖവുരയൊക്കെ ഞാൻ പറഞ്ഞത്. അതാണ് ഖുർആനിൻ്റെ ബന്ധം. ഞാൻ പറഞ്ഞു മോളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രശ്നം തീരുമാനിക്കാൻ കഴിയാതിരിക്കലാണ്. ഒരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല, അതൊരു ചെറിയ പ്രതിസന്ധിയല്ല സുഹൃത്തുക്കളെ. ഏത് പ്രശ്നം വരുമ്പോഴും ഒരു തെറ്റുപറ്റാത്ത തീരുമാനമെടുക്കാൻ കഴിയണം. നിങ്ങളിൽ ഒരു പക്ഷേ 20 ലക്ഷവും 30 ലക്ഷവും 40 ലക്ഷവും കോടിയും നഷ്ടപ്പെട്ട ആളുകൾ, പെൻഷൻ പറ്റിയപ്പോൾ കിട്ടിയ പണം മുഴുവനും ഒരു തെറ്റായ തീരുമാനം കൊണ്ട് നഷ്ടപ്പെട്ടു പോയവരുണ്ട്. ഉള്ള വീട് ഒരു തെറ്റായ തീരുമാനം കൊണ്ട് നഷ്ടപ്പെട്ട് വാടക വീടുകളിൽ അന്തി ഉറങ്ങുന്നവരുണ്ട്. എന്താണ് കാരണം? തീരുമാനമെടുക്കുമ്പോൾ അത് തെറ്റാം അല്ലേ? ഒരു 10 കോടി മുടക്കിയ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ആ തീരുമാനം തെറ്റിയാൽ 10 കോടി പോയി, വീട് പോലും ഇല്ല. അതല്ലേ പ്രശ്നം? അപ്പോൾ നമുക്ക് തെറ്റുപറ്റാത്ത തീരുമാനം ആര് പറഞ്ഞു തരും? അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ഖുർആന്റെ പേര് ഹുദ എന്നാണ്. ഹുദ എന്ന് പറഞ്ഞാൽ മാർഗദർശനം എന്നാണ്. ദാലികൽ കിതാബു ലാ റൈബ ഫീഹി ഹുദൻ ലിൽ മുത്തഖീൻ, ഹുദൻ ലിൽ മുത്തഖീൻ. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് വഴി കാണിച്ചു കൊടുക്കും, തീരുമാനം പറഞ്ഞു കൊടുക്കും, മാർഗദർശനങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അതാണ് വിശുദ്ധ ഖുർആന്റെ പ്രത്യേകത. ഇന്ന അലൈനാ ലൽ ഹുദാ വ ഇന്ന ലനാ ലൽ ആഖിറത വൽ ഊലാ. ഇന്ന അലൈനാ ലൽ ഹുദാ,
പഠിച്ചു പറയും, എനിക്കാണ് കാണിച്ചു തരാൻ പറ്റുക. നിങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലുമുള്ള തെറ്റാത്ത വഴി നിങ്ങൾക്ക് കാണിച്ചു തരാൻ എനിക്കേ പറ്റൂ. ഇന്ന അലൈനാലൽ ഹുദ, ഞാൻ കാണിച്ചു തരുന്ന വഴി മാത്രമേ തെറ്റാതിരിക്കുള്ളൂ. ഞാൻ അവളോട് പറഞ്ഞു, മോളെ, അള്ളാഹുവും റസൂലും പറഞ്ഞ തീരുമാനം അത് എത്ര തന്നെ നമുക്ക് വിയോജിപ്പ് തോന്നിയാലും നമ്മളത് സംതൃപ്തിയോടെ അംഗീകരിക്കണം. അപ്പോൾ നിന്റെ പിതാവ് പറയുന്നതും നിന്റെ മനസ്സിലുള്ളതും വെച്ച് ഞാൻ നിന്നോട് പറയട്ടെ, ഖുർആനിൽ ഒരു ആയത്തുണ്ട്, വ അൻകിഹുൽ അയാമ മിൻകും, നിങ്ങളിൽ വിധവകളായിട്ടുള്ള ആളുകളെ, നല്ലവരായിട്ടുള്ള ആളുകളെ നിങ്ങൾ വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം. അതാരെ കടമയാ? വിവാഹം കഴിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് വലിയനോടാണ്, രക്ഷിതാവിനോടാണ്. എൻ്റെ മകൾക്ക് സുരക്ഷിതമായ ഒരു വിവാഹം എന്നത് എൻ്റെ കടമയാണ്, എൻ്റെ കടമയാണ്. അത് നിർവഹിക്കുന്നതിലൂടെയാണ് ഞാനൊരു രക്ഷകർത്താവിൻ്റെ യഥാർത്ഥമായ ഉത്തരവാദിത്വം നിർവഹിക്കുന്നത്. അത് നിർവഹിക്കാൻ ഒരു പിതാവ് ആഗ്രഹിക്കുന്നു, പറ്റണില്ല, സമ്മതിക്കണില്ല, എങ്കിലല്ലേ നടക്കുള്ളൂ. രണ്ടാമത് ഞാൻ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഇതല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഒരു നല്ല ഒരാൾ, ദീനും സ്വഭാവവുമുള്ള ഒരാൾ, തർലൗന ദീനഹു വഖുലുഖഹു, വന്നാൽ കല്യാണം നടത്തിയിരിക്കണം. അല്ലെങ്കിൽ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ, ദൂരവ്യാപകമായ കുഴപ്പങ്ങൾ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടും. ജീവിതം മുഴുവനും ദുരന്തമായി തീരും. അതുകൊണ്ട് വിവാഹം അനിവാര്യമാണ്. ഞാൻ വെറുതെ ചോദിച്ചു, നിനക്ക് ഇന്ന് 25 വയസ്സായ ഒരാൾ വിവാഹം കഴിക്കുന്നുണ്ടെങ്കിൽ, മിക്കവാറും ചെറുപ്പക്കാർ 25 വിവാഹം കഴിയും നമ്മുടെ നാട്ടിൽ, അയാൾ അന്വേഷിക്കാൻ മാക്സിമം അയാൾ അനുവദിച്ചാൽ 19 വയസ്സായ ഒരു പെൺകുട്ടിനെ അനുവദിക്കുള്ളൂ. അപ്പോൾ 26 വയസ്സായാൽ 20 വയസ്സായ പെൺകുട്ടി മാക്സിമം അല്ലേ, 27 വയസ്സായാൽ 21 വയസ്സായ കുട്ടിയെ, 28 വയസ്സായാൽ 22 വയസ്സായ കുട്ടിയെ. നീ വെറുതെ ചോദിച്ചു നോക്ക്, 28 വയസ്സായ ചെറുപ്പക്കാരിൽ എത്ര പേർ കല്യാണം കഴിക്കാത്തതുണ്ട് എന്നൊന്ന് വെറുതെ അന്വേഷിച്ച് നോക്ക്. വളരെ വിരളമായിരിക്കും. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നിനക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടാതിരിക്കൽ മാത്രമല്ല, ഇഷ്ടമില്ലാത്ത ഏതോ ഒരുത്തൻ്റെ കൂടെ ജീവിക്കേണ്ടി വന്നാൽ മരണം വരെ നീ ആലോചിച്ച് കരഞ്ഞിരിക്കേണ്ടി വരും. അതുകൊണ്ട് നല്ലൊരാളെ തിരഞ്ഞെടുക്കുവാനുള്ള ഏറ്റവും നല്ല അവസരത്തിൽ പിതാവ് നിന്റെ കൂടെ നിന്ന് കരഞ്ഞ് 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 മോളെ സമ്മതം താ, സമ്മതം താ എന്ന് പറയുമ്പോൾ സമ്മതം കൊടുക്കാതിരുന്നാൽ വരാൻ പോകുന്നത് ആർക്കും പ്രവചിക്കാനാകാത്ത ദുരന്തമാണ്. കാരണം നമുക്ക് മാർഗദർശനം തന്നെ. അപ്പോൾ വിവാഹം 25-ാമത്തെ വയസ്സിലും കല്യാണം കഴിഞ്ഞില്ലെങ്കിൽ നല്ല വിവാഹം വന്നുകൂടെ വരാം, വരില്ലെന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. പക്ഷേ എങ്കിലും അതിൻ്റെ സാധ്യതകളിലും സമയങ്ങളിലും അത് നിർവഹിച്ചു കൊണ്ടിരിക്കണം. സുഹൃത്തുക്കളെ, ഇത് അവളോട് മാത്രമല്ല, എനിക്കും നമ്മളെല്ലാവരും അറിയേണ്ടത്, നമുക്ക് ബുദ്ധിയും യുക്തിയും വിവരവും ലോകപരിചയവും ഒക്കെ ഉണ്ടാകും. പക്ഷെ അള്ളയും റസൂലും കാണിച്ചു തരുന്ന ഗൈഡൻസ്, ഹുദ, അവിടെ നിന്നോളുള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. ഞാൻ ഇന്ന് ഇങ്ങോട്ട് പോരുമ്പോഴത്തെ 2-3 ഫോണുണ്ട്. ഒരു സ്ത്രീ എന്നെ വിളിച്ചു, അവൾ ഗുഡ് ആഫ്റ്റർനൂൺ എന്നോട് പറഞ്ഞു. സ്വാഭാവികമായും ഒരു മുസ്ലിം ആയിരിക്കില്ലെന്ന് ഞാൻ ധരിച്ചു. എന്നാലും ആരാവട്ടെ സംസാരിക്കുക ഇരിച്ചിനോട് പറഞ്ഞു. സംസാരിച്ചപ്പോൾ എന്താണെന്ന് വിചാരിച്ചല്ലോ, വലിയ സംഗതികളാണ് പറയുന്ന പോലെ അവർ പറഞ്ഞു. എന്താണ്? കല്യാണത്തിന് ജ്വല്ലറിയിൽ പിന്നെ ആഭരണം വാങ്ങാൻ പോയ സ്ഥലത്ത് ആളെ പരിചയപ്പെട്ടപ്പോൾ അയാൾ ഭയങ്കര പിന്തുണ തന്നു. ജീവിതത്തിൽ എല്ലാ നിലക്കും അയാൾ എനിക്ക് ആശ്വാസം പകർന്നു. എൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും അയാൾ പരിഹാരം ഉണ്ടാക്കി. അവസാനം എന്ത് ചെയ്തു? എൻ്റെ സ്വർണവും പണവും എൻ്റെ ജീവിതവും കൊള്ളയടിച്ച് അയാൾ പോയി. അവിഹിത ബന്ധാണ്, വിഹിതമായ ബന്ധമല്ല, വിവാഹമല്ല. എന്നിട്ട് അവൾ പറഞ്ഞു, ഇതൊക്കെ അള്ളാഹുവിൻ്റെ വിധി. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തായി പറയുന്നത്? അള്ളാഹുവിൻ്റെ വിധി എന്നു നിങ്ങൾക്കറിയില്ലേ? ഒരന്യ പുരുഷനുമായി ഒരു ബന്ധം ഒരാൾക്ക് വേണ്ടെന്ന്. ഒരന്യപുരുഷൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വകാര്യമായി വന്നപ്പോൾ അവിടെ ദീനിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് എനിക്ക് പറ്റില്ലെന്ന് പറയാനും അയാളെ നമ്പർ ബ്ലോക്ക് ചെയ്യാനും കഴിയാത്തത് കൊണ്ട് വന്നതാണിത്. അതുകൊണ്ട് വന്നതാണ്. അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിർദ്ദേശങ്ങൾക്കും ഉള്ളിൽ നിന്ന് തന്നെ നമ്മൾ ജീവിച്ച് മുന്നോട്ട് പോകണം. സുഹൃത്തുക്കളെ, നിങ്ങൾ കുടുംബസമേതമാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഇവിടെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. കുടുംബമായിട്ടാണ് വന്നത്. ഞാൻ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുന്നു, ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന ലാഭം, ഒരു കുടുംബ ജീവിതത്തിൽ നിന്ന് കിട്ടുന്ന പ്രയോജനത്തെ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുള്ളൂ എന്നാണ് സത്യം. ഒരു പക്ഷേ ഒരു ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ നിന്ന് മാത്രം കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വിവാഹത്തിലൂടെ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ് ഒരു പക്ഷേ നമ്മുടെ ലൈംഗികത, സെക്സ് എന്നൊക്കെ പറയുന്നത്.
അത് വിവാഹത്തിലൂടെ മാത്രമേ നമുക്ക് പറ്റുള്ളൂ, വേറെ നിലക്കും പറ്റൂല. എന്നാൽ വിവാഹത്തിലൂടെ ഒരു സ്ത്രീക്കും പുരുഷനും അള്ളാഹു അനുവദിച്ചു കൊടുത്ത ഈ സുഖത്തെ, ഈ സന്തോഷത്തെ വളരെ ചെറിയ ശതമാനം മാത്രമേ മിക്കവാറും നമ്മളുടെ മുന്നിൽ വന്ന് പറഞ്ഞ കണക്കനുസരിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ ശതമാനവും. അതിൽ തന്നെ വലിയൊരു വിഭാഗം ചെറുപ്പക്കാരെ സംസാരത്തിന് എനിക്ക് മനസ്സിലായത്, അവർ അശ്ലീല സൈറ്റുകൾ കാണുക, കണ്ട പെണ്ണുങ്ങളൊക്കെ നോക്കി നടക്കുക, അവസാനം തൻ്റെ ആവശ്യ നിർവഹണത്തിന് വേണ്ടി മാത്രം വീട്ടിലെത്തുന്ന, മറ്റൊന്നും ആ ഭാര്യയോട് യാതൊരു വിധത്തിലുള്ള ഒരു റൊമാൻറ്റിക്കായ, അതല്ലെങ്കിൽ സാധാരണഗതിയിൽ ഒരു ഭാര്യയോട് കാണിക്കുന്ന മാനസിക സ്നേഹമോ അടുപ്പമോ ബന്ധമോ ഒന്നും കാണിക്കാതെ ഏതോ പോൺ സൈറ്റിൽ കണ്ട വേശ്യകളെ മനസ്സിൽ വെച്ചുകൊണ്ട് ചെയ്യുന്ന ചില നിർവഹണങ്ങൾ മാത്രം. അതാണ് ഒരു വലിയ സമൂഹത്തിൻ്റെ ചിത്രം ശരിക്കും തൻ്റെ മുന്നിൽ കാണുന്നത്. ഈ കഴിഞ്ഞ ദിവസം വളരെ വിഷമത്തോടുകൂടെ ഒരാൾ പറഞ്ഞു, ജീവിതം പ്രതിസന്ധിയില്ല, ഒന്നും ചെയ്യാൻ പറ്റണില്ല, ഉദ്യോഗസ്ഥനാണ്, ജോലിക്ക് പോകാൻ പറ്റണില്ല, ഒന്നും വായിക്കാൻ പറ്റണില്ല, ഒരു പത്രം നോക്കാൻ പറ്റണില്ല. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു, കല്യാണം കഴിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഭർത്തൃ ജീവിതത്തിൽ എനിക്ക് ശാരീരികമായ സംതൃപ്തി ലഭിക്കുന്നില്ല, അതിനൊരു പരിഹാരമുണ്ടാക്കാൻ ഞാൻ പല ശ്രമങ്ങളും നടത്തി, വേറെ വിവാഹം ആലോചിച്ചു, പലതും ആലോചിച്ചു, ഒന്നും പരിഹാരമായില്ല, എനിക്ക് ആരാധന ചെയ്യാൻ പറ്റുന്നില്ല, ഒരു സംഗതി ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. സത്യത്തിൽ ഞാൻ ആലോചിച്ചു പോകുന്നത്, ഇത്രമാത്രം ഒരാളുടെ ജീവിതത്തിൽ പ്രതിസന്ധിയും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണോ അത്? അവസാനം അയാൾ പറഞ്ഞു, ഞാൻ ഇപ്പം നിങ്ങളിത്ത് വന്നത് ഞാനൊരു വഴി വിട്ടു പോകുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് എൻ്റെ ജീവിതം എത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത് എന്നാണ്. സത്യം പറയുകയാണെങ്കിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ ഈ പോൺ സൈറ്റിൽ ഈ വീഡിയോയിൽ ഈ അശ്ലീല ചിത്രങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ, ഞങ്ങൾ ചോദിക്കുകയാണ്, ഇത് ചിത്രങ്ങളല്ലേ, ഇത് സ്ക്രീനല്ലേ? ഒറിജിനലായ നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ കിടപ്പറയിലില്ലേ? എന്ത് കാണാൻ തോന്നാത്തത്, എന്ത് നോക്കാൻ തോന്നാത്തത്? ഈ സ്ക്രീനിൽ കാണുന്നതിനേക്കാളും എന്തായാലും അല്പം കൗതുകം നിങ്ങളുടെ മുന്നിലുണ്ടാകുമ്പോൾ നിങ്ങൾക്ക് അനുവദനീയമായ മനസ്സാക്ഷിക്കുത്തില്ലാതെ എന്താണ് അതിന് തോന്നാത്തത്? ഞാൻ ആ ചോദ്യം ചോദിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ ഉത്തരമറിയാതെ നിന്നു. ഞാൻ പറഞ്ഞു, ശൈത്താനാണിതിനു പിന്നിൽ, പിശാചാണിതിനു പിന്നിൽ. വിവാഹത്തിലൂടെ പരിഹരിക്കാൻ പറ്റാത്ത ലൈംഗിക പ്രശ്നങ്ങളില്ല. അത് ഞാൻ പറയണതല്ല. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫൽയതസവ്വജ്. ഈ ഫോണിൻ്റെയും ഇൻ്റർനെറ്റിൻ്റെയും യുഗത്തിൽ നിസ്കാരം നോമ്പൊക്കെയുള്ള എല്ലാ പുരുഷന്മാരോടും എല്ലാ സ്ത്രീകളോടും ഞാൻ പറയുന്നത്, നമ്മുടെ ഇണകളെ അള്ളാഹു അനുവദിച്ചു തന്നത് കണ്ണുകളെ സൂക്ഷിക്കാനും മുഖ്യസ്ഥാനങ്ങളെ സൂക്ഷിക്കാനും കണ്ണുകളെ താഴ്ത്താനുമാണ്. അത് പറ്റും. വിവാഹം കഴിച്ച ആണിനും പെണ്ണിനും അത് പറ്റും എന്നുറപ്പാണ്. എന്തേ വിവാഹം ചെയ്ത പുരുഷനെ എറിഞ്ഞു കൊല്ലണമെന്നും വിവാഹിതനല്ലാത്ത പുരുഷനെ മറ്റൊരു ശിക്ഷയും വിധിക്കാൻ എന്തേ കാരണം? അതിലും ഒരു മനഃശാസ്ത്രമില്ലേ? അതിലും ഒരു തത്വമില്ലേ? വിവാഹിതന് എന്താണ് അതിൻ്റെ ആവശ്യം? പ്രസക്തമായ ചോദ്യമല്ലേ അത്? അപ്പോൾ അതിൻ്റെ കാരണം വിവാഹത്തിൽ അനുവദനീയമായതിനെ ശരിയായി ഉപയോഗപ്പെടുത്തുന്നില്ല സ്ത്രീ പുരുഷന്മാർ എന്നതൊരു വസ്തുതയാണ്. അത് ഇതിൽ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ഒരു സഹോദരി എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഗൾഫിൽ നിന്ന് വന്നതാണ്, കുറഞ്ഞ ദിവസമുള്ളൂ, എൻ്റെ ഭർത്താവിനോട് നിങ്ങളൊരു ഉപദേശം കൊടുക്കണം. അപ്പം എന്താ ഭർത്താവിന് ഉപദേശം കൊടുക്കേണ്ടത്? എന്നോടൊന്ന് നല്ല നിലക്കൊന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ അദ്ദേഹത്തോട് പറയണമെന്നാണ്. അപ്പം എനിക്ക് പിന്നെ അത് മാത്രം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എന്താണ്, ഒരാൾ നമ്മളോട് നല്ല നിലക്ക് സംസാരിക്കുന്നില്ലെങ്കിൽ നമ്മളും അയാളോട് നല്ല നിലക്ക് സംസാരിക്കണില്ല. അതിന് വേറെ കൗൺസിലിംഗ് ഒന്നും കാര്യമില്ല, അത് നമുക്ക് അപ്പം മനസ്സിലാവും. നമ്മളോട് ഒരാൾ ഇങ്ങനെ വെറുതെ റോങ് പറഞ്ഞുകൊണ്ടിരിക്കൂല, ഇടയ്ക്കൊക്കെ റോങ് നമ്മളും പറയണം, അല്ലെങ്കിൽ അയാൾ നിർത്തും. അയാൾക്ക് പറയാതിരിക്കാൻ പറ്റൂല. ഞാൻ ഓതിയില്ലേ, വക്കുല്ലി ഇബാദി, എത്ര സ്നേഹത്തിലാണെന്ന് പറഞ്ഞു, എൻ്റെ അടിമകൾക്കൊന്ന് പറഞ്ഞു കൊടുക്ക്, കുല്ലി ഇബാദി യഖൂലുല്ലതീ ഹിയ അഹ്സൻ. നല്ലത് പറയണം. എന്നിട്ട് എന്താ പിന്നെ പറഞ്ഞ കാര്യങ്ങൾ? നല്ലതു പറയാതിരിക്കുന്നിടത്തോളം കാലം ശൈത്താൻ നമ്മുടെ കാര്യത്തിൽ വിജയിച്ചു. നിങ്ങളുടെ ദാമ്പത്യം പരാജയപ്പെടുന്നത് നല്ലത് പറയാനിട്ടാണ്. ഇന്ന ശൈത്താന യൻസഹു ബൈനഹും ഇന്ന ശൈത്താന കാന ലിൽ ഇൻസാനി അദുവം മുബീനാ. ഇന്ന ശൈത്താന യൻസഹു ബൈനഹും. പിശാചിങ്ങൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. പിശാച് നിങ്ങളുടെ ഏറ്റവും പ്രത്യക്ഷ ശത്രുവാണ്. സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കുടുംബസമേതല്ലേ പങ്കെടുത്തത്, നിങ്ങൾക്കും നിങ്ങളുടെ ഭാര്യയ്ക്കും സന്തോഷത്തോടുകൂടെ തർക്കിക്കാതെ, വാദപ്രതിവാദം നടത്താതെ, പറഞ്ഞു ചെയ്യിക്കാതെ വർത്തമാനം പറയാൻ
ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സാധിച്ചാൽ നിങ്ങളുടെ കുടുംബജീവിതം 50% വിജയിച്ചു. അപ്പോൾ ഈ സഹോദരനോട് ചോദിച്ചു, എങ്ങനെയാണ് അത് പറയാന്ന്? ഞങ്ങൾ എന്ത് പറഞ്ഞാലും അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമായി വരും. അപ്പം ഞാൻ പറഞ്ഞ്, നിങ്ങളൊരു കാര്യം ചെയ്യും, ഒരു 15 ദിവസത്തേക്ക് നിങ്ങളൊരു തീരുമാനം എടുക്കുക. എന്തറിയോ, തൽക്കാലം ഭർത്താവ് എന്ത് പറഞ്ഞാലും അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും എന്നെ ആക്ഷേപിക്കുകയാണെങ്കിലും എന്നെ വിമർശിക്കുകയാണെങ്കിലും ഒന്നും തൽക്കാലം ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. നമുക്ക് അങ്ങനെ തീരുമാനിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബഹുമാനിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, ഇപ്പോൾ നമ്മളെ ഗുരുനാഥന്മാർ, വാപ്പ, അമ്മ, ഭർത്താവ്, ഇങ്ങനത്തെ ആളുകളോടൊക്കെ എപ്പോഴും എന്തുള്ളൊരു പറഞ്ഞത് കേൾക്കാനേ പറ്റുള്ളൂ. നമുക്ക് തിരുത്താൻ പറ്റൂല. തിരുത്തിയാൽ നമ്മൾ തിരുത്തി പറയണത് എന്താണെന്ന് അവർ കേൾക്കൂല. അവരെന്താ അറിയും, ഓ എന്നോടിപ്പോൾ ധിക്കാരല്ലേ, അനുസരണല്ലേ, ബഹുമാനല്ലേ, ഇപ്പോൾ പറയുമ്പോഴേക്ക് തിരിച്ച് പറയാൻ തുടങ്ങിയില്ലേ, ഇത് മാത്രമേ അവരുടെ മനസ്സിക്ക് വരുള്ളൂ. അവിടെ ഒരു 15 ദിവസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യും, ഭർത്താവ് എന്ത് പറഞ്ഞാലും ഒന്ന് കേട്ട് നിൽക്കും. പക്ഷെ നിങ്ങൾ സംസാരിക്കണം. നിങ്ങൾ എന്താ സംസാരിക്കേണ്ടത്? ഏക സിവിൽ കോഡിനെ പറ്റി പറഞ്ഞത് വേറൊന്നും പറയണം. അതിനെ പറ്റി പറഞ്ഞ് ഭാര്യയും ഭർത്താവും തർക്കിക്കേണ്ട കാര്യമില്ലല്ലോ. മണിപ്പൂരിലെ കലാപത്തെ കുറിച്ച് പറഞ്ഞത്, നിങ്ങൾ ഫേസ്ബുക്കിൽ വായിച്ചൊരു വാർത്തനെ കുറിച്ച് പറയും. അങ്ങനത്തെ കുറച്ച് വർത്താനം കുറച്ച് ദിവസം പറയും. മറുപടി ഇല്ലാത്ത, കൗണ്ടർ ചെയ്യാത്ത കുറച്ച് വർത്താനങ്ങൾ പറയും. ഒന്ന് പറഞ്ഞു നോക്കൂണ്ട് സഹോദരൻ. സ്ത്രീകളോട് ഞാൻ പറയണത്, നിങ്ങളുടെ മക്കൾ ഇവിടെ നിങ്ങൾ ഉപദേശിക്കൂലേ മക്കളോട്? അപ്പോൾ മക്കളെന്താണ് തിരിച്ചു പറയും. നിങ്ങളെന്താ ആഗ്രഹിക്കുന്നത്? തിരിച്ചു പറയുമ്പോൾ ന്യായമായിരിക്കും തിരിച്ചു പറയുണ്ടാവുക. എന്തിനാ എടാ കുട്ടിയെ എല്ലാ സമയത്തും ഇങ്ങനെ മൊബൈൽ നോക്കിയാൽ എൻ്റെ കണ്ണ് നഷ്ടപ്പെട്ടു പോകും, ഇത് പരീക്ഷയിലും തോൽക്കും എന്ന് മോനോട് പറയുമ്പോൾ, അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് മൊബൈൽ നോക്കാത്തത്? നിങ്ങൾ അടുക്കളയിൽ നിന്ന് തിരിച്ചു വരുമ്പോഴൊക്കെ നിങ്ങൾക്ക് മൊബൈൽ തന്നെയല്ലേ? നിങ്ങൾ രാത്രി 12 മണി 1 മണിക്കൊക്കെ മൊബൈൽ തിരിക്കാൻ ഞാൻ കണ്ടു എന്ന് മോനോ മോളോ പറഞ്ഞാൽ എന്താണ്, ന്യായമാണ് എന്നാണോ ചിന്തിക്കുക? അല്ല, ഓ ഇപ്പം എൻ്റെ കാര്യം ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്നേ ചിന്തിക്കുള്ളൂ. അത് എല്ലാവർക്കും അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. ഭർത്താവിന് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ, ഉമ്മാക്ക് അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ദയവ് വിചാരിച്ചെന്തറിയോ, നമ്മളെക്കാളും മുതിർന്ന ആളുകളും ബഹുമാനിക്കേണ്ടവർ ഉപദേശിച്ചാൽ ദയവ് വിചാരിച്ച് ന്യായാണെങ്കിലും അന്യായമാണെങ്കിലും അപ്പോൾ ഒരു മറുപടി പറയാൻ പോകരുത്. നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും ശരിയാവും. അതുമായി ബന്ധമില്ലാത്ത വേറെ കുറച്ച് വർത്തമാനങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, പറയാം. അത് പറയുമ്പോൾ സ്വാഭാവികമായും നമുക്ക് സംസാരിക്കാനുള്ളൊരു ആക്സസ് കിട്ടും. ആ സംസാരങ്ങളിലൂടെ മാത്രമേ മനസ്സടുക്കൂ. അല്ലാതെ ഒരിക്കലും മനസ്സടുക്കുന്നൊരു പ്രശ്നം ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല സംസാരങ്ങൾ ഏറ്റവും കൂടി വരണം. നിങ്ങൾ വെറുതെ വേണമെങ്കിൽ ഒരു പരീക്ഷണത്തിന് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളുടെ കുട്ടികൾ ഒരു അനുസരണക്കേടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ നിങ്ങളോട് അനുസരണക്കേടിൻ്റെ മറുപടികൾ പറയുമ്പോൾ ആ മറുപടിയിലെ സെൻറ്റൻസ് നിങ്ങളൊന്ന് ആവർത്തിച്ചൊന്ന് കേട്ട് നോക്കുന്നുണ്ട്. എനിക്കൊഴിവില്ല, എനിക്ക് സമയമില്ല, എനിക്ക് എന്തുണ്ടെങ്കിലും ഇങ്ങനൊരു വർത്താനാണ്. നമ്മൾ ചില അനുസരണക്കേടിൻ്റെ വർത്താനങ്ങൾ എനിക്കിപ്പോൾ പറ്റൂല, ഞാൻ പിന്നെ വേണമെങ്കിൽ ചെയ്തോളാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയാൽ ഈ കമൻറ്റുകളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ വാപ്പി ഇമ്മിയും ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണ്. അല്ല അവിടെ നിന്ന് കിട്ടിയേ. അതായത് ഈ ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയുന്ന പ്രതികരണം, അല്ലെങ്കിൽ ഭർത്താവിനോട് ഉമ്മ പറയുമ്പോൾ ഭർത്താവിൻ്റെ ഉമ്മയോട് ഭർത്താവ് പറഞ്ഞ പ്രതികരണം. നിങ്ങൾ ഉറപ്പിച്ചോളിയും, നിങ്ങൾ തർക്കിക്കുന്നതും നിങ്ങൾ വാദിക്കുന്നതും നിങ്ങൾ മറുപടി പറയുന്നതും എല്ലാം നിങ്ങളോട് നിങ്ങളെ മക്കൾ പറയും. അപ്പോഴാണ് നിങ്ങൾ കൗൺസിലറെ അന്വേഷിക്കണം. അപ്പോഴാണ് ഉപദേശത്തിന് നിങ്ങൾ ആളെ തരണം. അതുകൊണ്ട് എന്താ പരിഹാര മാർഗം എന്നറിയോ? എന്ത് മറുപടി പറയണം, എങ്ങനെ ഒരാളെ അനുസരിക്കണം, അത് നമ്മൾ രണ്ടാളും നമ്മളെ കുട്ടികൾക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം. എന്നും കാണിച്ചു കൊടുക്കണം. എന്താ പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മൾ മറുപടി പറയേണ്ടത്, എങ്ങനെയാണ് കേട്ട് നിൽക്കേണ്ടത്, എങ്ങനെയാണ് സൗമ്യമായി സംസാരിക്കാം, ഇത് നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ കാണിച്ചു കൊടുത്താൽ ആ കാണിച്ചു കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കൊരു കൗൺസിലിങ്ങും വേണ്ടാതെ നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾക്ക് കിട്ടും. ഞാനിത് തമാശയായിട്ട് പറയാൻ കേട്ടോ. ഈ കഴിഞ്ഞ ദിവസം ഒരു സദസ്സിൽ നിന്ന് ഒരാൾ ചോദിച്ചൊരു ചോദ്യമാണ്, എന്താ അറിയോ, നമ്മളൊക്കെ മുജാഹിദായി, നമ്മൾ ഈ ആശയമൊക്കെ സ്വീകരിച്ചു, പക്ഷെ നമ്മുടെ ഭാര്യനെ എങ്ങനെ നമ്മൾ ഇതിലേക്ക് കൊണ്ടുവരിക? ന്യായമായ സംശയം, എൻ്റെ ഭാര്യനെ എങ്ങനെ കൊണ്ടുവരും? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞൊരു മറുപടി എന്താണെന്ന് വിചാരിച്ചാൽ, നിങ്ങളിൽ എന്തുണ്ടോ അത് തത്സമയം നിങ്ങൾ ഭാര്യയിലേക്ക് കൈമാറണം. എന്ത് കിട്ടിയാൽ, ഒരു വായിച്ചൊരാശയം കിട്ടി, അതപ്പോൾ അവളോട് പറയണം. എന്താണോ നമ്മൾ ചിന്തിക്കുന്നത് അത് അവളോട് പറയണം. നിങ്ങളുടെ സാമ്പത്തിക കാര്യമാണെങ്കിലും കടമാണെങ്കിലും രോഗമാണെങ്കിലും എന്താണെങ്കിലും അവരോട് പറയണം. അപ്പം അങ്ങനെ പറയുകയാണെങ്കിൽ എന്ത് ചെയ്യും, പിന്നൊരു പറച്ചിൻ്റെ ആവശ്യം ഉണ്ടാവില്ല, എല്ലാം അതിൻ്റെ ഒപ്പം തന്നെ കിട്ടും. നിങ്ങൾ വെറുതെ വായിച്ചു നോക്ക്. നിങ്ങൾ ഫലമ്മ ബലഗ മഅസായ, ഇബ്രാഹിം നബിൻ്റെ കൂടെ നടക്കാനുള്ള പ്രായമായി ഇസ്മായിൽ നബിക്ക് 10 വയസ്സാന്ന് പറയുന്നുണ്ട്, 18 വയസ്സ്, എത്ര ഇവിടെ
ഈ 10 വയസ്സിൽ ഒപ്പം നടക്കാൻ തുടങ്ങിയ മകനോട് വാപ്പ പറയാണെന്ത്? ഇന്നീ അറാഫിൽ മനാമി അന്നേ അദ്ബഹു ഫൻദുർ മാദാ തറ. മോനെ, നിന്നെ അറുക്കാൻ അള്ളാഹു എന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്താ നിന്റെ അഭിപ്രായം? അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇസ്മായിൽ നബിക്ക് വേറൊരു അഭിപ്രായം ഉണ്ടാവും. അല്ല പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ വേറെ അഭിപ്രായം ഉണ്ടാവും. പക്ഷെ അറുക്കാൻ പറഞ്ഞു എന്നതും അത് മകൻ്റെ മുഖത്ത് നോക്കി പറയാൻ കഴിയുന്നത് എന്താ അറിയങ്ങൾ? അതുവരെ ഇങ്ങനെ മിണ്ടാതെ നടന്നിട്ട് അപ്പോൾ ഒരു സംഭവം വന്നു, മോനെ ഇവിടെ വാന്നറിഞ്ഞിട്ട് നിന്നെ ഞാൻ അറുക്കണം എന്ന് പറഞ്ഞാൽ മോനത് മനസ്സിലാവില്ല. ഇബ്രാഹിം നബിൻ്റെ ആദർശമെന്തോ അത് മകൻ അറിയാം. നിങ്ങളുടെ ആദർശമെന്തോ അത് നിങ്ങളുടെ മകൻ അറിയണം. നിങ്ങളുടെ പെരുമാറ്റത്തിലെ നന്മയെന്തോ അത് നിങ്ങളുടെ മകൾക്കറിയണം, നിങ്ങളുടെ ഭാര്യക്കറിയണം, അത് പകർന്നു നൽകണം. എന്തേ ഇസ്മായിൽ നബി പറഞ്ഞു? യാ അബതിഫ് അൽ മാ തുമർ സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. വാപ്പ, നിങ്ങളോട് അല്ല പറഞ്ഞ് നിങ്ങൾ ചെയ്യും. നിങ്ങൾക്ക് എന്താ പേടി? കത്തിയുമായി വരുമ്പോൾ ഞാൻ എന്തെങ്കിലും അക്ഷമ കാണിക്കുമെന്നാണോ? എഴുന്നേറ്റോടുമെന്നാണോ? സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ക്ഷമാലുവായി നിങ്ങളുടെ മുമ്പിൽ കിടക്കുന്നതായി നിങ്ങൾക്ക് എന്നെ കണ്ടെത്താനാവും. നമ്മുടെ മടിയിൽ വളരുന്ന കുട്ടിയിൽ നമ്മുടെ മനസ്സുണ്ടാവണം. നമ്മുടെ മടിയിൽ വളരുന്ന കുട്ടിക്ക് നമ്മുടെ മനസ്സുണ്ടാവണം. അപ്പൊ ചോദിക്കും, മദ്രസയിലെ ഉസ്താദ് ചോദിക്കും, സ്കൂളിലെ മാഷ് ചോദിക്കും, ഇതാരെ മോനാ? എന്താണ് ഈ കുട്ടി ഒരു എക്സ്ട്രാ പക്വത? ഇതെങ്ങനെ കിട്ടിയവന്? അതെ, അവൻ്റെ വാപ്പയാരാണെന്ന് ചോദിക്കും, ഉമ്മയാരാണെന്ന് ചോദിക്കും, അവനേത് വീട്ടിൽ നിന്ന് വരുന്നു എന്ന് ചോദിക്കും. നിങ്ങളൊരു പൊതു ഫംഗ്ഷനുള്ള സ്ഥലത്ത് ചെല്ലി എൻ്റെ കുട്ടികളെങ്ങനെ നോക്കി? എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. കുട്ടികളൊക്കെ വ്യത്യസ്തരാകും. ആ വ്യത്യസ്തതയ്ക്ക് പിന്നിൽ മാതാപിതാക്കളുണ്ട്, ഉമ്മയുണ്ട്, വാപ്പയുണ്ട്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നല്ലൊരു കുടുംബ ജീവിതത്തിൻ്റെ മാതൃക നിങ്ങൾ കാണിച്ചാൽ നിങ്ങളുടെ കുട്ടികളും അതുപോലെയാകും. ഇതിൻ്റെ ദുരന്തം ഞാൻ നിങ്ങളോട് പറയട്ടെ. പെൺകുട്ടികൾ കല്യാണം വേണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ എണ്ണം വർദ്ധിച്ചു വരാൻ കാരണങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. ഒരു കാരണം പറയാം. എൻ്റെ പനിയും മനിയും പോലെയല്ലേ കാര്യം ഉണ്ടാകുക? വേണ്ടെന്നാ പറയാം. കാരണം തരും, വിവാഹമെന്ന് പറഞ്ഞാൽ അത്രമേൽ ബുദ്ധിമുട്ടാണ് എന്നാണ് അവർ മനസ്സിലാക്കുന്നത്. അത് അവളുടെ ഉമ്മൻ്റെ വിഷമം കണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന ഒരു സ്ത്രീക്ക് ഏറ്റവും നല്ല സംരക്ഷണവും സമാധാനവും നൽകുന്നത് നമ്മുടെ കുട്ടികൾ കാണണം. അല്ലെങ്കിൽ പ്രായപൂർത്തിയായാൽ ഇത്തരമൊരു ജീവിതം എനിക്ക് വേണ്ടത് നിങ്ങളുടെ പെൺകുട്ടികൾ പറഞ്ഞാൽ നമ്മൾ ആ സമയത്താകെ നിസ്സഹായരായി പോകും. അതുകൊണ്ട് നല്ലൊരു മാതൃക നമ്മുടെ കുട്ടികൾക്ക് കാണിക്കണമെന്ന് ഒന്നിച്ചു വന്ന ഭാര്യ ഭർത്താക്കന്മാർ ഇവിടെ വെച്ച് തീരുമാനിച്ചാൽ സുഹൃത്തുക്കളെ, അവിടെ ഖുർആൻ്റെ സ്വഭാവവും ഖുർആൻ്റെ മാതൃകയും ഖുർആൻ്റെ എല്ലാ മഹത്വങ്ങളും അവിടെ പുലർന്നു വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു സംഗതി നിങ്ങളെല്ലാവരും മനസ്സിലാക്കണം. ദാമ്പത്യത്തിൻ്റെ വിഷയം പറയുമ്പോൾ സുഹൃത്തുക്കളെ, ഒരു വല്ലാത്ത മറ്റെന്തിനേയും അതിജീവിക്കാൻ പറ്റുന്ന ഒരു ഇഷ്ടം അള്ളാഹു ഭാര്യ ഭർത്താക്കന്മാരുടെ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. അത് അല്ല ഇഷ്ടൊരു ഇഷ്ടമാണ്, അത്ഭുതകരമായൊരു ഇഷ്ടം. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. നമ്മളത് ശരിക്കും ആസ്വദിച്ച് അനുഭവിക്കണം. അത് ആസ്വദിച്ച് അനുഭവിക്കുമ്പോൾ കുടുംബജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. ഒരു പക്ഷേ ഇപ്പം ഞാൻ കണ്ടു, ഫേസ്ബുക്കിൽ കണ്ടേ, ഗൾഫിൽ നിന്ന് അവൻ നാട്ടിലേക്ക് വന്നു. എന്ത്? നിശ്ചയിച്ച കല്യാണത്തിൻ്റെ നിക്കാഹ് നടത്താൻ വേണ്ടി വന്നതാണ്. വന്ന് നോക്കുമ്പോൾ എന്താ നിങ്ങൾ, അവൻ ഇവിടെ എത്തുന്നതിൻ്റെ മുമ്പായിട്ട്, തൊട്ട് മുമ്പായിട്ട് ഭാര്യയ്ക്കൊരു ആക്സിഡൻറ്റ് പറ്റി, നട്ടെല്ല് മുറിഞ്ഞു, സ്പൈനൽ കോഡ് പൊട്ടി. ഇനി അവൾ എഴുന്നേൽക്കൂല. ശരി, അവൾക്കിനി അരക്ക് താഴെ ഒന്നും നടക്കൂല. ആ പെണ്ണിനെ നല്ല മൈലാഞ്ചിയിട്ട് പുതിയെണ്ണായി ആ ബെഡിൽ കിടത്തിയിട്ട് അവളുടെ കൈ പിടിച്ചിട്ട് കോട്ടിട്ട് നിക്കാഹ് നടന്ന ദിവസത്തെ ഫോട്ടോ ഞാൻ ഈ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, കഥയല്ല. അപ്പോൾ ഞാൻ ചോദിക്കുക, എങ്ങനെയാണ് ഇനി ജീവിതത്തിൽ ഒന്നും, ഒരു ഗ്ലാസ് ചായ പോലും കയ്യിൽ തരാൻ കഴിയാത്ത ഒരു പെണ്ണിനെ എനിക്ക് വേണ്ടെന്ന് വെക്കാതിരിക്കാൻ എന്താണ് കാരണം? അതെ, ഇവളാണ് എൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് എന്ന് മനസ്സുകൊണ്ട് ഒരു പുരുഷൻ തീരുമാനിച്ചാൽ ആ സ്നേഹം അവിടെ ജനിച്ചു. ഇയാളെ ഞാൻ ഭർത്താവായി ഇഷ്ടപ്പെട്ടു എന്ന് കാണാൻ വന്ന ദിനം അവളുടെ മനസ്സിൽ കയറിയാൽ അന്ന് മുതലൊരു സ്നേഹം വളരും. അതിന് ഫോൺ ചെയ്യണ്ട, ചിത്രം വേണ്ട, ഫോട്ടോ വേണ്ട, സംസാരം വേണ്ട, അടുത്തൊരു കാഴ്ച വേണ്ട. ആ സെക്കൻഡ് മുതൽ ആ സ്നേഹം തീഷ്ണമായി വളരും.
വെള്ളമൊഴിച്ചാലും കെടാത്ത തീ പോലെ ആ പ്രേമം ശക്തമായി വരും. അത് അവിഹിതമാകുമ്പോഴും ശക്തമാണ്, വിഹിതമാകുമ്പോഴും ശക്തമാണ്. അതുകൊണ്ടാണ് അവിഹിത ബന്ധത്തിലുള്ള കാമുകന്മാർ കിണറ്റിൽ ചാടാൻ തീരുമാനിച്ചത്, പുഴയിൽ ചാടാൻ തീരുമാനിച്ചത്. ഈ സ്നേഹം സാക്ഷാത്കരിക്കുന്നില്ലെങ്കിൽ ഇനി ജീവിതം വേണ്ടാന്നാണ് അവർ തീരുമാനിക്കുന്നത്. അതുകൊണ്ടാണ് പ്രേമിച്ചു പോയവരെ വേർപെടുത്താൻ നമ്മൾ ബുദ്ധിമുട്ടുന്നത്. ആ സ്നേഹം നമ്മുടെ ദാമ്പത്യത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് എൻ്റെ സഹോദരന്മാർ ഒരാത്മപരിശോധന നടത്തണം. സഹോദരങ്ങളെ, നമ്മുടെ നല്ലൊരു കുടുംബാന്തരീക്ഷത്തിൽ നല്ലൊരു തലമുറയെ സൃഷ്ടിക്കാൻ നമ്മൾ പരിശ്രമിച്ചില്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ഭാവി അതീവമായ അപകടത്തിലാണെന്ന് ഈ സന്ദർഭത്തിൽ, ഈ ഒരു ഖുർആൻ സമ്മേളനത്തിൽ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഞാൻ നിങ്ങളോട് പ്രത്യേകമായി പറയുന്നു, നിങ്ങളുടെ പ്രായപൂർത്തിയായ മകൾക്ക് ജീവിതത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ ദുരന്തം അവളൊരു പ്രേമത്തിൽ അകപ്പെടുക എന്നതാണ്. അതിലപ്പുറത്തേക്കൊരു ദുരന്തം നിങ്ങളുടെ മകൾക്ക് വരാനില്ല. ഞാൻ അങ്ങനെ പറയുമ്പോൾ വെറുതെ പറയല്ല, അത്ര വ്യക്തമായി ഞാൻ പറയാൻ കാരണം എന്താണെന്നറിയോ? പ്രേമത്തിന് ഒരേ ഒരു കാരണമുള്ളൂ. വിവാഹത്തിന് പല കാരണങ്ങളുണ്ട്, പ്രേമത്തിന് ഒരേ ഒരു കാരണമേ. എന്താണ് പ്രേമത്തിൻ്റെ കാരണം എന്നറിയോ? പ്രേമത്തിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ആണും പെണ്ണും ആയി എന്നത് മാത്രമാണ്. ആണും പെണ്ണും ആയി എന്നത് മാത്രമാണ്. അവൻ്റെ പ്രായമോ സൗന്ദര്യമോ ജോലിയോ ചുറ്റുപാടോ സംസ്കാരമോ മതമോ ഒന്നും പ്രേമത്തിന് ഒരു കാരണമേ അല്ല. ആണും പെണ്ണും എന്നത് മാത്രമാണ്. ഇനി ഏതെങ്കിലും ഒരു സ്ത്രീയോട് ഒരു പുരുഷന് ആകർഷണീയത തോന്നുന്നുവെങ്കിൽ ഒന്നുകിൽ അവളുടെ ശരീരം, അല്ലെങ്കിൽ അവളുടെ സംസാരം, അവളുടെ രൂപം, അവളുടെ മറ്റു കാര്യങ്ങൾ, ഒരു ലൈംഗികതയിലേക്ക് അയാളെ നയിക്കുന്ന ഒരു സ്ത്രീയിൽ തോന്നുന്ന ആകർഷണീയത. അത് പല ബിൽക്കും സംസാരമാകാം, വേഷമാകാം, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പ്രേമം ഏത് പുരുഷനിലും സംഭവിക്കാം. നിങ്ങളുടെ മകളുടെ പ്രേമം ഏത് പുരുഷനിലും സംഭവിക്കാം. അവിടെ മതമില്ല. അയാൾ പുരുഷനായാൽ മതി. അയാളെ വയസ്സ് 90 എന്നത് പ്രശ്നമല്ല. അയാൾ മറ്റൊരു മതസ്ഥൻ എന്നത് പ്രശ്നമല്ല. അയാൾ അവളുടെക്കാളും പ്രായം കുറഞ്ഞവരെന്നത് പ്രശ്നമല്ല. പഠിപ്പിക്കുന്ന അധ്യാപിക എന്നത് പ്രശ്നമല്ല. പഠിപ്പിക്കുന്ന കുട്ടി പഠിപ്പിക്കുന്ന അധ്യാപികയെ പ്രേമിക്കാം. അധ്യാപിക കേവലം 15 വയസ്സോ 14 വയസ്സോ ഉള്ള UP സ്കൂളിലെ കുട്ടിയെ പ്രേമിക്കാം. ആണാണെന്നത് മാത്രം, പെണ്ണാണെന്നത് മാത്രം. അതുകൊണ്ടുള്ള അപകടം താരങ്ങൾ, പെണ്ണും ആണും ആയതുകൊണ്ടാണ് പ്രേമം ഉണ്ടാകുന്നതെങ്കിൽ ആണും പെണ്ണും ഇഷ്ടപ്പെടുന്നത് അവരൊന്നാകാനാണ്. അവർക്ക് ഒന്നായേ പറ്റൂ. അവർക്ക് ഒന്നാവാതിരിക്കാൻ പറ്റില്ല. അതിനെന്തെല്ലാം വഴികളുണ്ടോ അതെല്ലാം അവർ അന്വേഷിക്കും. വാപ്പയും ഉമ്മയും കരഞ്ഞിരിക്കെ അവർ കാമുകന്റെ ബൈക്കിൽ കയറിപ്പോകും. അത് സംഭവിക്കാതിരിക്കാൻ നല്ല ജാഗ്രത നിങ്ങൾക്ക് വേണം. അതിലപ്പുറം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, എന്തിരും ഒരു വാഹനം സൈഡിലേക്ക് ചേർന്ന് വരുമ്പോൾ നിങ്ങളുടെ മകള് മാറി നിൽക്കും. മനസ്സിലായില്ലേ? ഏതോ ഒരു പുരുഷൻ മോശമായ രൂപത്തിൽ തൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ ഓടി രക്ഷപ്പെടും. എന്നാൽ നമ്മുടെ പെൺമക്കളെ ഏറ്റവും സുരക്ഷിതമായി ഇവിടുത്തെ ഏറ്റവും വൃത്തികെട്ട ആളുകൾക്ക് കൈവശപ്പെടുത്താനുള്ള ഏറ്റവും സുരക്ഷിത മാർഗമാണ് പ്രേമം. കഴിഞ്ഞ ദിവസം എന്നോടൊരു പെൺകുട്ടി പറഞ്ഞതെന്തറിയോ? ഞാൻ അയാളെ അത്രമാത്രം ഇഷ്ടപ്പെട്ടു. ഞാൻ ശാരീരികമായും എല്ലാ നിലക്കുള്ള ബന്ധങ്ങളും അയാളുടെ നടത്തി. ഇപ്പം എന്തിയ പ്രശ്നം? അവൾ പറയാണ്, എന്നോട് അവൻ ഇപ്പോൾ പറയുന്നത്, നീ എനിക്കു തരുന്നതെല്ലാം എൻ്റെ സുഹൃത്തിനും കൊടുക്കണം. ആലോചിക്കണം എന്തേ? അപ്പോഴാണ് അവൾ മനസ്സിലാക്കണത്, ഇവൻ എന്നെ സ്നേഹിച്ചിട്ടല്ല, എന്നെ ഉപയോഗിക്കുകയായിരുന്നു എന്ന് അവൾക്ക് അത് കേട്ടപ്പോഴാണ് മനസ്സിലായത്. അവളെ വിചാരം ഇത് അവളോടുള്ള എന്തോ ഒരു വലിയ സ്നേഹവും ബന്ധവും അവളുടെ ജീവിതത്തോടുള്ള വലിയ താല്പര്യമൊക്കെയാണ്, ആശ്വസിപ്പിക്കാനും സമാധാനിപ്പിക്കാനും ഒക്കെയാണ്. നാം ആലോചിക്കണം, നമ്മുടെ പെൺകുട്ടികളെ എത്ര സമർത്ഥമായിട്ടാണ് കൊണ്ടുപോകുന്നത്. നിങ്ങൾ കഴിഞ്ഞൊരു ദിവസം ഒരു പയ്യൻ ഇതേപോലൊരു പെൺകുട്ടിയെ സ്നേഹിച്ച് പ്രേമിച്ച് കൊണ്ടുനടന്നു. അവസാനം എത്തിച്ചാൽ അവരെ രണ്ടുപേരെയും ബന്ധുക്കൾ പിടിച്ചു. ബന്ധുക്കൾ പിടിക്കാൻ കാരണം അവൾ തന്നെയാണ്. ഇവൻ വല്ലാതെ ശല്യപ്പെടുത്തിയപ്പോൾ അവൾ വീട്ടിൽ പറഞ്ഞു. അപ്പോൾ ബന്ധുക്കൾ എന്ത് ചെയ്യും? ബന്ധുവിലെ കുറച്ച് ചെറുപ്പക്കാർ കൂടിയിട്ട് ഇവനെ ബസ്സിൽ നിന്ന് ഇറക്കി. നല്ല ബസ്സിൽ നിന്ന് ഇറക്കി, നല്ല നാരങ്ങ വെള്ളമൊക്കെ കൊടുത്ത് നല്ല സ്വീകരിച്ച് എന്ത് ചെയ്യുക, നമുക്ക് സംസാരിക്കാം, വീട്ടിലേക്കൊക്കെ സമ്മതമാണെങ്കിൽ കല്യാണം നടത്താം എന്നൊക്കെ പറഞ്ഞ് അവനെ കൂട്ടിക്കൊണ്ടുപോയി ഒരു സ്വകാര്യ സ്ഥലത്ത് കൊണ്ടുപോയി അവർ നന്നായി കൈകാര്യം ചെയ്തു.
കൈകാര്യം ചെയ്തതിനോട് നമുക്കൊരു യോജിപ്പില്ല കേട്ടോ. പക്ഷെ എന്തോ നമ്മളൊക്കെ പെൺകുട്ടികളെ എന്താ വെച്ചാൽ ഈ ചെറുപ്പക്കാർ യാതൊരുവിധ സംഗതികളുമില്ലാതെ കൊണ്ടുപോയി നമ്മൾ വളർത്തിക്കൊണ്ടുവന്ന മക്കളെ കൊണ്ടുപോയി ദുരുപയോഗപ്പെടുത്തുമ്പോൾ നോക്കി നിൽക്കാനും സഹിച്ച് നിൽക്കാനൊന്നും എല്ലാവരെ കൊണ്ട് പറ്റൂലല്ലോ. അതുകൊണ്ട് സംഭവിച്ചു പോയതാകാം. അവൻ പറയണ എന്താ വെച്ചാൽ അവൻ പറയാണ് വ്യഭിചാരികളെ എറിഞ്ഞു കൊല്ലുന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. സത്യത്തിൽ അതിനേക്കാളും മാരകമായതാണ് എനിക്ക് കിട്ടിയത് എന്ന് പറയണമെങ്കിൽ എത്ര ശക്തമായിട്ട് അവൻ. എന്നിട്ട് അവനോട് ചോദിക്കുകയാണ്, ഇവരെന്ത് ചോദിച്ചു അറിയോ, നീ തുറന്നു പറയേ എല്ലാം, എന്നിട്ട് നിനക്ക് അങ്ങനെ കെട്ടിച്ച് തന്നേ പറ്റൂന്നുണ്ടെങ്കിൽ ഞങ്ങൾ കെട്ടിച്ച് തരാമെന്നാണ്. അങ്ങനെ ആദ്യ സമയം അടി കൊടുക്കുന്നതിന് മുമ്പൊക്കെ പറയിപ്പിച്ചു. ഇവൻ ആ പെൺകുട്ടിയെ ചെയ്ത കഥകളെല്ലാം അവൻ ആത്മാർത്ഥമായി പറഞ്ഞു. നിങ്ങൾ ആലോചിക്കണം, നമ്മുടെ പെൺകുട്ടികളെയൊക്കെ പ്രേമത്തിൻ്റെ പേരിൽ ഓരോരുത്തർ കൊണ്ടുപോയി ചെയ്യുന്ന നെറുകേടുകൾ ഓർത്താൽ നമുക്ക് സഹിച്ച് നിൽക്കാൻ പറ്റൂല. അതുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം, അവരെ ബോധവൽക്കരിക്കണം. ഞാനിപ്പോൾ നമ്മുടെ യൂത്തിൻ്റെ നേതൃത്വത്തിൽ പ്രീ മെരിറ്റൽ കൗൺസിലിംഗ് ക്ലാസ് ഉണ്ട്. എന്തിനാ വെച്ചതെന്ന് അറിയെങ്കിൽ ഈ പ്രേമ കേസുകൾ കൗൺസിലിങ്ങിന് വിളിച്ചിട്ട് ഒരു പ്രേമ കേസിൻ്റെ കൗൺസിലിങ്ങിന് ഇരുന്നാൽ ഒരു അര ദിവസം വേണം. അങ്ങനെ ഓരോ പെൺകുട്ടിക്കും വേണ്ടി ഇരിക്കാൻ പറ്റുമോ? അപ്പം എന്നാൽ എല്ലാ പെൺകുട്ടികളെയും പാടെ ഒരു ദിവസം വിളിക്കുക, രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ് കൊടുക്കുക എന്നാണ് ഇപ്പോൾ യൂത്ത് തീരുമാനിച്ചത്. അടുത്ത ഓഗസ്റ്റ് 20-നാണ് അടുത്ത രജിസ്ട്രേഷൻ തീയതി വെച്ചതെന്നാണ് ഞാൻ ഓർക്കുന്നത്. അപ്പോൾ സത്യത്തിൽ എന്താ അറിയോ, പറഞ്ഞു കൊടുത്താൽ ഈ കുട്ടികൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ കുട്ടി ചാടിപ്പോയതിൻ്റെ ഉത്തരവാദിത്തം വാപ്പക്കും ഉമ്മക്കുമാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങളെന്നെ കുറ്റപ്പെടുത്തരുത് കേട്ടോ. കുട്ടികൾ ഒരിക്കലും അത് ഒരു തെളിവായി എടുക്കുകയും ചെയ്യരുത്. ഞാനത് പറയാൻ കാരണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടി സംഘടിപ്പിച്ച നമ്മുടെ പെൺകുട്ടികൾ സംഘടിപ്പിച്ച പ്രോഗ്രാമിലേക്ക് ഒരു പെൺകുട്ടി വന്നു. അപ്പോൾ ആ പെൺകുട്ടി വന്നത് എങ്ങനെയാണ് നിങ്ങൾ, അവൾ വാശി പിടിച്ച് അവളുടെ കല്യാണം തീരുമാനിപ്പിച്ചു. അവൾ സ്നേഹിച്ച ആളുമായിട്ട് അവസാനം ഗൾഫിലുള്ള വാപ്പയൊക്കെ വഴങ്ങി, ബന്ധുക്കളൊക്കെ വഴങ്ങി ഡേറ്റ് തീരുമാനിച്ചു, ഓഡിറ്റോറിയം ബുക്ക് ചെയ്തു. അപ്പോൾ ഏതോ ഒരു എളാപ്പക്ക് തോന്നി ഇങ്ങനെ ഒരു ക്ലാസ് ഉണ്ടല്ലോ, 7 ദിവസത്തെ ക്ലാസ്, അപ്പോൾ അതിൻ്റെ ആ വിസ്ഡം ഗേൾസിൻ്റെ ക്ലാസ്സിനൊന്ന് പറഞ്ഞയക്കാം. അങ്ങനെ തിരൂർ ക്ലാസ്സിന് പറഞ്ഞയച്ചിട്ട് ആ കുട്ടി ക്ലാസ്സിൽ വന്ന് എല്ലാം കേട്ടു. അവസാനം മോള് രാത്രി വാപ്പക്ക് ഫോൺ ചെയ്തു, ആ കല്യാണം എനിക്ക് വേണ്ട. ഏത് നിശ്ചയിച്ച് തീരുമാനിച്ച് വാശി പിടിച്ച കല്യാണം എനിക്ക് വേണ്ടാന്ന്, എൻ്റെ ജീവിതം നശിപ്പിക്കാൻ ഞാൻ ഇപ്പോൾ വാപ്പ പറഞ്ഞു തരുമോ, എനിക്ക് ഞാൻ നടത്താതെക്കാൻ പറ്റൂല, ഞാൻ എത്രയോ ആൾക്കാരോട് കല്യാണം പറഞ്ഞു കഴിഞ്ഞു. അപ്പം എന്താ സുഹൃത്തുക്കളെ, വാശി പിടിച്ച് കല്യാണം തീരുമാനിച്ചൊരു പെൺകുട്ടിക്ക് മനസ്സ് തട്ടുന്ന രൂപത്തിൽ ഈ കാര്യങ്ങൾ ബോധ്യപ്പെട്ടപ്പോൾ വാപ്പാക്കും ഉമ്മാക്കും അല്ല നഷ്ടം, എനിക്കാണ് നഷ്ടമെന്ന് അവൾക്ക് മനസ്സിലായി. ഇതൊക്കെ നമ്മുടെ കുട്ടികൾക്ക് ഇനിയും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തില്ലെങ്കിൽ നമ്മൾ വലിയ ദുരന്തം ഏറ്റുവാങ്ങേണ്ടി വരും എന്ന കാര്യത്തിൽ സംശയമില്ല.